എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ അരിതമെറ്റിക് ഓഫ് പാർട്സ്, അതായത് ഭാഗക്കണക്ക്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭിന്നസംഖ്യകൾ അല്ലേ. അപ്പോൾ ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക, എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 മിഠായി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള മിഠായിൽ നിന്ന് ഒരു മിഠായി നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് 2 മിഠായി, ഒരു മിഠായി ഫ്രണ്ടിനും കൊടുത്ത് ഒരു മിഠായി നിങ്ങളും കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു പോരും അല്ലേ. ഇതാണ് നമ്മൾ ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു മിഠായി ഉള്ളൂ. നിങ്ങളും ഫ്രണ്ടും കൂടി ഇങ്ങനെ സ്കൂളിട്ട് നടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളതിനെ 2 ആക്കും അല്ലേ. 2 തുല്യ ഭാഗങ്ങളാക്കും. പരമാവധി നമ്മൾ 2 തുല്യ ഭാഗങ്ങളാക്കാൻ ശ്രമിക്കും അല്ലേ. ചില കുട്ടികൾ എന്ത് ചെയ്യും? വലിയ കഷ്ണമാക്കിയിട്ട് വലിയ കഷ്ണം നമ്മൾ തന്നെ അടിക്കും, ചെറുത് മറ്റേ ഫ്രണ്ടിനും കൊടുക്കും അല്ലേ. പക്ഷേ അങ്ങനെ അല്ല നമ്മൾ സാധാരണ ചെയ്യും. എന്ത് ചെയ്യും? നമ്മൾ സാധാരണ 2 തുല്യ ഭാഗങ്ങളാക്കും അല്ലേ. നമ്മൾ 2 കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം നമ്മൾ ഫ്രണ്ടിന് കൊടുക്കും, ഒരു കഷ്ണം നമ്മളും കൊടുക്കും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു മിഠായി, ഒരു ബാർ മിഠായിയാണ് ഉണ്ടായത്. ഇത്ര നീളമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യും? ഇത് 2 കഷ്ണങ്ങളാക്കും അല്ലേ. 2 കഷ്ണം തുല്യമായിട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കും, ഒരു കഷ്ണം നിങ്ങൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ മിഠായിയെ നാം എന്ത് ചെയ്തു? 2 തുല്യ ഭാഗങ്ങളാക്കി അല്ലേ. അപ്പോൾ നാം ഇതിനെന്ത് പറയും? ഇത് മിഠായിയുടെ പകുതി അല്ലെങ്കിൽ അരഭാഗം എന്ന് പറയും. ഇതിനെയും നമ്മൾ അരഭാഗം എന്ന് പറയും അല്ലേ. അതായത് ഇതിനെ നമ്മൾ പറയുന്നതെന്ന് പറയും അര എന്ന് പറയും. അര നമ്മൾ എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലേ. അതായത് 2 കഷ്ണമാക്കിയതിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഈ മിഠായിയെ 2 കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണമാണിത് അല്ലേ. ഇതാണെങ്കിലോ ഇതും 2 കഷ്ണമാക്കി നമ്മൾ 2 പീസാക്കി അതിൽ ഒരു ഭാഗം. അതാണ് നമ്മൾ അര എന്ന് പറയുന്നത് അല്ലേ. 1/2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ 2 ഭാഗവും, അതായത് പകുതിയും കൂടി ചേർന്നാൽ എന്തായി? നമ്മൾ ഈ മിഠായി അല്ലെ, മുഴുവൻ മിഠായി നമുക്ക് കിട്ടി അല്ലേ. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതേ മിഠായി തന്നെയായിരുന്നു നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ 4 ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു വിചാരിക്കുക. നിങ്ങൾ 4 ഫ്രണ്ട്സുകളുണ്ട്. 4 ഫ്രണ്ട്സ് സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ ഈ മിഠായി എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ 2 കഷ്ണമാക്കിയതിന് പകരം 4 കഷ്ണങ്ങളാക്കും അല്ലേ. 4 പേർക്കും കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തുല്യമായിട്ട് 4 ഭാഗങ്ങളാക്കും. ശരിയല്ലേ? അതെ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇത് ഒരു കുട്ടിക്ക് കൊടുക്കും, ഇതും അടുത്ത കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ നിങ്ങൾ 4 പേരും ഷെയർ ചെയ്ത് കഴിക്കും അല്ലേ. അപ്പം നാം ഇതിനെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെന്ത് പറയും? നാം ഇതിനെ എത്ര കഷ്ണങ്ങളാക്കി? 4 കഷ്ണങ്ങളാക്കി അല്ലേ. അപ്പം എത്ര ഭാഗമാക്കി എന്നതാണ് നമ്മൾ ഇതിൻ്റെ ഈ വരയുടെ അടിയിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ 4 കഷ്ണങ്ങളാക്കി, 4 തുല്യ കഷ്ണങ്ങളാക്കി. എപ്പോഴും തുല്യമായിരിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 4 തുല്യ കഷ്ണങ്ങളാക്കി അല്ലേ. അപ്പോൾ നാം ഇതിനെന്ത് എഴുതും? ഇതിനെ നമ്മൾ 1/4 എന്ന് എഴുതും. അതിൻ്റെ അർത്ഥം എന്താണ്? 4 തുല്യ കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണം അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എഴുതും? ഇതും നമുക്ക് 1/4 എന്ന് എഴുതാം. അതായത് 4 തുല്യ കഷ്ണങ്ങളാക്കിയത് ഒരു ഭാഗം. അപ്പോൾ ഇതും 1/4 തന്നെ, ഇതും 1/4 തന്നെ, 4 തുല്യ കഷ്ണങ്ങളാക്കിയത് ഒരു ഭാഗം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇവിടെ 2 കഷ്ണമാക്കിയതിൽ ഒരു ഭാഗമാണിത്, ഇത് 2 കഷ്ണമാക്കിയതിൽ ഒരു ഭാഗം, ഇവിടെ നമ്മൾ 4 കഷ്ണങ്ങളാക്കിയതിൽ ഓരോ ഭാഗം. അപ്പം ഇവിടെയും നമുക്കറിയാം ഈ 4 പീസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഒരു മിഠായി അല്ല, മുഴുവൻ മിഠായിയായി. ഇവിടെ നമ്മൾ പറഞ്ഞു 2 പകുതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മിഠായിയായി. അതുപോലെ ഈ 4 ചെറിയ കഷ്ണങ്ങളും കൂടി കഴിഞ്ഞാൽ ഒരു മിഠായി അല്ലേ. ഇനി നമുക്ക് ഈ 2 ചെറിയ കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടിയാലോ? അതായത് ഈ 2 ചെറിയ കഷ്ണങ്ങളും നമ്മളിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? 1/4ഉം ഇത് 1/4 അല്ലേ. ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 1/4ഉം തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചു, അതിൽ നിന്ന് 2 കഷ്ണം എടുത്തു അല്ലേ. 4 കഷ്ണമാക്കിയതിൽ 2 ഭാഗമാണിത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2/4 എന്ന് എഴുതാം. അപ്പൊ നമുക്കറിയാം ഇത്രയും ഭാഗം അല്ലെ. നമുക്ക് 2/4 4 ഭാഗമാക്കിയത് 2 ഭാഗമാണ് നമ്മൾ എടുത്തത്. അതെത്രയാണ്? ഈ മിഠായിയുടെ പകുതി ഭാഗമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 1/2 അല്ലെ. അതായത് പകുതി ഭാഗം. ഇനി നിങ്ങൾ 6 പേരുണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ മിഠായിയെ 6 തുല്യ ഭാഗങ്ങളാക്കും അല്ലെ. അപ്പൊ നമുക്കൊന്ന് തുല്യ ഭാഗങ്ങളാക്കി നോക്കാം. ഇതേ മിഠായി തന്നെ നമ്മൾ 6 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ. അപ്പോ 1 2 3 4 5 6 തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ നമുക്ക് ഇതിനെന്ത് പറയാം? 6 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതും?
1/6. എഴുതല് മനസ്സിലായില്ലേ? മൊത്തം എത്ര ഭാഗമാക്കി അതാണ് നാം അടിയിൽ എഴുതുക. അപ്പൊ നമ്മൾ 6 ഭാഗമാക്കി മൊത്തം, അതിൽ ഒരു ഭാഗമാണ് നാം എടുത്തത് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ 1/6 എന്ന് പറയും. അപ്പൊ ഇതും 1/6 ഭാഗം അല്ലെ. അപ്പൊ ഇതിനെയും നമ്മൾ 1/6 എന്ന് പറയും. അങ്ങനെ നമ്മൾ ഇതിലെ ഓരോ പീസിനെയും 1/6 1/6 എന്ന് പറയും. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ നോക്കിയേ, നമ്മളിപ്പോ ഈ 3 പീസ് എടുത്തു. ഈ ഒരു പീസും ഈ പീസും കൂട്ടിയെടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 6 ഭാഗമാക്കിയതിൽ 1 2 3 പീസ് അല്ലെ. അപ്പൊ 6 ഭാഗമാക്കിയതിൽ 3 പീസാണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ നമുക്ക് ഈ 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 ഈ 3 പീസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മൊത്തം 6 ഭാഗമാക്കിയതിൽ 3 പീസ് നമ്മൾ എടുത്തു അല്ലെ. അപ്പൊ നമുക്ക് 3/6, അതായത് 6 ഭാഗമാക്കിയതിൽ 3 പീസ് നമ്മൾ എടുത്തു അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നോക്കിയേ, ഇത്രയും ഭാഗം എടുത്തു അല്ലെ. ഇത്രയും ഭാഗം എടുക്കാന്ന് പറഞ്ഞാൽ ഈ മിഠായിയുടെ പകുതി ഭാഗമാണത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെയും നമുക്ക് 1/2 എന്ന് പറയാം. അപ്പൊ ഇവിടെയും നമ്മൾ 3/6 എന്ന് പറഞ്ഞു. അതിന് നമുക്ക് ഇവിടെ ഇത്രയും ഭാഗത്ത് നമുക്ക് ഇതിന്റെ മിഠായിയുടെ പകുതി ഭാഗം എന്ന് പറയാം അല്ലെ. 1/2 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളോട് പറയാണ്, ഒരു സർക്കിൾ വരച്ചിട്ട് അതില് 1/8 ഭാഗം നിങ്ങളോട് കളർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കളർ ചെയ്യും? ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ചല്ലേ. ഇനി നമുക്ക് ഇതിനെ 1/8 ഭാഗമാണ് നമ്മളോട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. 1/8 ഭാഗം, അതായത് മൊത്തം 8 ഭാഗമാക്കണം. അതിൽ ഒരു ഭാഗമാണ് കളർ ചെയ്യാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? തുല്യമായിട്ട് 8 ഭാഗമാക്കണം. അപ്പൊ ആദ്യം 2 ഭാഗമാക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ക്രോസ് വരച്ചു കഴിഞ്ഞാൽ തുല്യ 4 ഭാഗങ്ങളായി മാറി. ഓക്കെ, ഇപ്പൊ തുല്യ 4 ഭാഗങ്ങളായി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരെണ്ണം വരച്ചു കൊടുക്കുക, ഇങ്ങനെയും ഒരെണ്ണം വരച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് തുല്യ 8 ഭാഗങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 8 തുല്യ ഭാഗങ്ങൾ കിട്ടി. ഇതിന് നമ്മോട് പറഞ്ഞിട്ടുള്ളത് 1/8 ഭാഗം കളർ ചെയ്യണം അല്ലെ. അപ്പൊ 8 ഭാഗമാക്കിയതിൽ തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം കളർ ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം കളർ ചെയ്യാം അല്ലെ. ഇപ്പൊ ഞാൻ ഈ ഭാഗം കളർ ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ, ഇത് നിങ്ങളിങ്ങനെ ഇപ്പൊ ചുവപ്പോ കറുപ്പോ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇത് കളർ ചെയ്തു അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ കളർ ചെയ്തു. പിന്നീട് പറയുന്നു വേറൊരു കളർ 3/8 ഭാഗത്തിന് വേറൊരു കളർ കൊടുക്കുക. ഇപ്പൊ യെല്ലോ, ഇത് നമുക്ക് റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് യെല്ലോ കളർ കൊടുക്കാൻ പറഞ്ഞു. എത്ര ഭാഗത്തിന്? 3/8 ഭാഗം. ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ 8 ഭാഗമാക്കിയത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് 8 ഭാഗമാക്കിയിട്ടുണ്ട് അല്ലെ. അതിൽ 3 ഭാഗത്തിന് ഇനി യെല്ലോ കളർ. അപ്പൊ ഇത് നമ്മൾ ബ്ലാക്ക് കൊടുത്തു വിചാരിക്കാം, ബ്ലാക്ക്. അപ്പൊ ഇത് നമുക്ക് യെല്ലോ അല്ലെങ്കിൽ റെഡ് ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ റെഡ് ആണെന്ന് വിചാരിക്കാം. റെഡ് കളർ കൊടുക്കണം 3/8 ഭാഗത്തിന്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 3/8 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതില് 3 ഭാഗം എടുക്കണം അല്ലെ. അപ്പൊ 1 2 3. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മളെ കയ്യിൽ തൽക്കാലം റെഡ് കളർ ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഞാനിപ്പോ ഇത് ബ്ലൂ കളർ കൊടുക്കുന്നു. അപ്പൊ ഞാൻ കൊടുക്കുന്നു ഇവിടെ ബ്ലൂ കളർ. അപ്പൊ ഇതിന് കൊടുത്തു, ഇതിന് കൊടുത്തു, ഇതിന് കൊടുത്തു. ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾ 8ൽ 3 ഭാഗം, 3 ഭാഗത്തിന് റെഡ് കളർ കൊടുത്തു, 8ൽ ഒരു ഭാഗത്തിന് ബ്ലാക്ക് കളർ കൊടുത്തു അല്ലെ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ചു, ഇപ്പൊ നമ്മൾ മൊത്തം എത്ര ഭാഗത്തിന് കളർ കൊടുത്തു? എത്ര ഭാഗത്തിന് ഇപ്പൊ കളർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ആദ്യം നോക്കി, ആദ്യം നമ്മൾ 1/8 ഭാഗത്തിന് കളർ കൊടുത്തു അല്ലെ. 1/8 ഭാഗത്തിന് ആദ്യം കളർ കൊടുത്തു. പിന്നെ നമ്മൾ എത്ര ഭാഗത്തിന് കളർ കൊടുത്തു? ഇത്രയും ഭാഗത്തിന് അല്ലെ. 3/8 ഭാഗത്തിന് കളർ കൊടുത്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? മൊത്തം 8 ഭാഗമാക്കി. അതില് 1 2 3 4 അല്ലെ. അപ്പൊ 8 ഭാഗമാക്കിയതിൽ 4 ഭാഗത്തിന് നമ്മൾ കളർ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4/8 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഈ 4/8 എന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് ഈ സർക്കിളിന്റെ ഇത്രയും ഭാഗത്തിന് കളർ കൊടുത്തു അല്ലെ. അതായത് നമ്മൾ ഈ സർക്കിളിന്റെ പകുതി ഭാഗത്തിന് കളർ കൊടുത്തു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. അതായത് പകുതി, സർക്കിളിന്റെ പകുതി ഭാഗത്തിന് നമ്മൾ ഈ 2 കളറും കൂടിയിട്ട് പകുതി ഭാഗത്തിന് നമ്മൾ കൊടുത്തു. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിയാണ് പറഞ്ഞത് എത്ര? നമ്മളിപ്പോ 1/2 ഭാഗത്തിന് കളർ കൊടുത്തു അല്ലെ. സർക്കിളിന്റെ പകുതി ഭാഗത്തിന് കളർ കൊടുത്തു അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മുറിച്ചപ്പോൾ ഇത്ര ഈ 1/6 1/6 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 1/2 കിട്ടി അല്ലെ. പകുതി ഭാഗം കിട്ടി, പകുതി മിഠായിയായി. അത് നമ്മൾ എന്തിൽ നോക്കി പറഞ്ഞത്? ചിത്രത്തിൽ നോക്കിയാണ് പറഞ്ഞത് അല്ലെ. ഇനി നമുക്ക് ചിത്രമില്ലാതെ തന്നെ, ഇപ്പൊ ചിത്രം ഒന്നില്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ കൂട്ടാൻ പറ്റും?
അതാണ് നാം ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കാര്യമാണിത്. അപ്പൊ നമുക്ക് ഈ പാടൊന്നില്ല. നമ്മളോട് പറഞ്ഞ് 1/8 1/8 തമ്മിൽ കൂട്ടി അല്ലെ. അപ്പൊ നമുക്ക് അവസാനം എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി, പകുതി ഭാഗം എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഈ ചിത്രമില്ലാതെ നമുക്ക് എങ്ങനെ ഈ ഉത്തരം കിട്ടും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ 8 ഭാഗമാക്കിയത് ഒരു ഭാഗം ആദ്യം കളർ ചെയ്തു അല്ലെ. പിന്നെ 8 ഭാഗമാക്കിയതിൽ 3 ഭാഗം ആകെ കളർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കളർ ചെയ്തു? 8 ഭാഗമാക്കിയതിൽ 4 ഭാഗം നമ്മൾ കളർ ചെയ്തു. നമ്മൾ ഇവിടെ നോക്കി, ഇനി ചിത്രം നോക്കാണ്ട് ഇവിടെ മാത്രം നോക്കിയേ, ഇതിൽക്ക് മാത്രം നോക്കിയേ. നമ്മൾ 1ഉം 3ഉം അല്ലെ, ആദ്യം ഒരു ഭാഗത്ത് കളർ ചെയ്തു, പിന്നെ 3 ഭാഗത്ത് കളർ ചെയ്തു അല്ലെ. അപ്പൊ 3ഉം 1ഉം 4, അപ്പൊ 4 നമ്മൾ എഴുതി. പിന്നെയോ ഈ 8 അല്ലെ, അതായത് ഇവിടെ 8 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം, 8 ഭാഗമാക്കിയത് 3 ഭാഗം, അങ്ങനെയാണെങ്കിൽ 8 ഭാഗമാക്കിയതിൽ 4 ഭാഗം നമ്മൾ കളർ ചെയ്തു. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ഈ മുകളിലുള്ളതിനെ പറയുന്നതാണ് ന്യൂമറേറ്റർ, അതായത് അംശം എന്ന് പറയും. ന്യൂമറേറ്റർ അംശം. അടിയിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഡിനോമിനേറ്റർ എന്ന് പറയും, അതല്ലെങ്കിൽ ഛേദം എന്ന് പറയും. മലയാളം മീഡിയക്കാർ ഛേദം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഭിന്നസംഖ്യ, ശ്രദ്ധിച്ചിരിക്കുക, ഒരു ഭിന്നസംഖ്യയെ നാം കൂട്ടണമെങ്കിൽ ഈ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാം. അപ്പൊ 3ഉം 1ഉം 4, 8 അതേപോലെ എഴുതാം. 8 തെറ്റിക്കരുത്, 8 തമ്മിൽ കൂട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? 8 ഇവിടെ തമ്മിൽ കൂട്ടാൻ പാടില്ല, ഇവിടെ അതേപോലെ തന്നെ ഇടാം. അതായത് ഉത്തരം എന്താണ്? 8 ഭാഗമാക്കിയതിൽ 4 ഭാഗം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് തെറ്റിക്കരുത്. അപ്പൊ ഇങ്ങനെ കൂട്ടാൻ വന്നാൽ നമുക്ക് ഈ പടങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഈ പടങ്ങളില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്നും പിന്നെ ഈ 1/2 എങ്ങനെ കിട്ടി അല്ലെ? 1/2 എങ്ങനെ കിട്ടിയത്? 4/8 നമുക്ക് കിട്ടി. ഇത് കൂട്ടിയപ്പോൾ 4/8 കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് നോക്കിയേ, ഇവിടെ 4ഉം 8ഉം ആണ് അല്ലെ. ഇതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഹരിക്കുകയാണെങ്കിൽ എത്ര 4 ഉണ്ട് ഇതിൽ? ഒരു 4 അല്ലെ. 8ൽ എത്ര 4 ഉണ്ട്? 8ൽ 2 4. അതുകൊണ്ട് നമ്മൾ 1/2 എഴുതി. അതായത് 2നെയും നമ്മൾ 4 കൊണ്ട് ഹരിച്ചു. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതല്ലെങ്കിൽ നോക്കിയേ, 4/8. 4/8 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 4നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും അല്ലെ. ബൈ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് 2/4 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് ഉത്തരം കിട്ടി. ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് ഉത്തരം കിട്ടി അല്ലെ. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ 1/2 എന്ന് കിട്ടി. അതല്ലെങ്കിൽ എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം? ഇവിടെ 4, ഇവിടെ 8 അല്ലെ. അപ്പൊ 4ന്റെ ടേബിളിൽ 4 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ നമ്മൾ 2നെയും 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അതേപോലെ ഇവിടെ മുമ്പ് ചെയ്തൊന്ന് നോക്കിയേ, നമുക്ക് 1/6 1/6 കൂടി കൂട്ടി അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി പറഞ്ഞു 3 കഷ്ണം, 6 ആക്കിയതിൽ 3 കഷ്ണം എന്ന് എഴുതി. അപ്പൊ ഇതില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ പറഞ്ഞ പോലെ നോക്കിയേ, ഇവിടെ നോക്കിയേ, 1 2 3 അല്ലെ. അപ്പൊ ഇത് 3ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. ബൈ ഇത് നമ്മൾ അതേപോലെ തന്നെ എഴുതി, 6 എന്ന് എഴുതി. അപ്പൊ 3/6. ഇനി ഇവിടെ 1/2 എങ്ങനെ കിട്ടി? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. നമുക്ക് 3ന്റെ ടേബിളിൽ 3ഉം ഉണ്ട്, 6ഉം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 എന്ന് കിട്ടി. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പൊ 1/2 എന്ന് കിട്ടി, പകുതി എന്ന് കിട്ടി അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെയും. നോക്കിയേ, 1ഉം 1ഉം 2, 4 അതേപോലെ തന്നെ എഴുതി. അപ്പൊ 2/4 എന്ന് കിട്ടി അല്ലെ. 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. അപ്പൊ നമുക്ക് 1/2 കിട്ടി. മനസ്സിലായല്ലോ? ഇനി അതിനൊരു എളുപ്പപ്പണി എന്താണ്? ഇവിടെ ഈ അടിയിലുള്ളതിന്റെ പകുതി മുകളിലാണെങ്കിൽ, ഏത് സംഖ്യ ആയാലും അടിയിലുള്ളതിന്റെ പകുതിയാണ് മുകളിൽ ഉള്ളതെങ്കിൽ ഉടനടി എഴുതിക്കോ 1/2 എന്ന് എഴുതിക്കോ. അതിന്റെ അർത്ഥം അതെന്താണ്? അത് പകുതിയാണ് അല്ലെ. അടിയിൽ ഇത്ര ഭാഗമാക്കി അതിൽ പകുതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹാഫ് നമ്മൾ എടുത്തുന്നാണ് അല്ലെ. അപ്പൊ നമുക്കിപ്പോ നോക്കിയാൽ 25 25/50 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹരിച്ച് ഇങ്ങനെ ചെറുതാക്കണ്ട, എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പകുതി അല്ല 25, 50ന്റെ പകുതി അല്ല 25. ഉടനടി നമുക്ക് എഴുതാം 1/2 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇനി അല്ലെങ്കിൽ 100/200 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് 2 കൊണ്ട് ഹരിച്ചു, 2 ഹരിക്കൊന്നും ചെയ്യണ്ട. ഇതിന്റെ പകുതി അല്ല 100, 200ന്റെ പകുതി അല്ല 100. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് എളുപ്പപ്പണി. മനസ്സിലായല്ലോ? അപ്പൊ അടിയിലുള്ളതിന്റെ പകുതിയാണ് മുകളിലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉടനടി 1/2 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം?
ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ഒരു റിബൺ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഒരു 2/9 ഭാഗം 2/9 ഭാഗം ഇപ്പൊ ബ്ലാക്ക് കളർ ചെയ്യാൻ പറഞ്ഞു. ഒരു കറുത്ത കളർ അടിക്കണം 2/9 ഭാഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം ഇതിന് എത്ര ഭാഗമാക്കണം? 9 ഭാഗമാക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഈ റിബണിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ഒരു 9 ഭാഗമാക്കി, തുല്യമായിട്ട് 9 ഭാഗമാക്കി വിചാരിക്കുക. എത്രയായി? 1 2 3 4 5 6 7 8 9 ഭാഗമായി അല്ലേ? ഇനി അതിൽ 2 ഭാഗമാണ് നമ്മൾ കളർ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് 1 2, അപ്പൊ നമുക്ക് ഈ രണ്ട് കഷ്ണങ്ങൾ എന്ത് ചെയ്യാം? അങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അതിൽ 4 ഭാഗം റെഡ് കളർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിലോ 4 ഭാഗം പറഞ്ഞാൽ 4/9 ഭാഗം റെഡ് കളർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ഇനി 4 ഭാഗം അല്ലേ? അപ്പോ 1 2 3 4. അപ്പൊ എന്റെ കയ്യിൽ റെഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതേ ബ്ലൂ കളർ ചെയ്യുന്നു. ഞാൻ കളർ ചെയ്യുന്നതിന് പകരം വെറുതെ ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾ വൃത്തിയിലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ഞാൻ വേറൊരു കളർ കൊടുത്തല്ലേ? ടോട്ടൽ എത്ര ഭാഗം നമ്മൾ കളർ ചെയ്തു? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ 2/9 ഭാഗം കളർ ചെയ്തു അല്ലേ? പ്ലസ് പിന്നീടോ 4/9 ഭാഗം കളർ ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിത്രത്തിൽ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? 4ഉം 2ഉം 6. 6/, എത്ര ഭാഗം മൊത്തം എത്ര ഭാഗമാക്കി? 9 അല്ലേ? അതേ 9 തന്നെ ഇടാം. അല്ലാതെ 9 കൂട്ടാൻ പാടില്ല. 6/9 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കളർ ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ ഇതിന് ചെറുതാക്കിയത് അല്ലെ? എപ്പോഴും നമ്മൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ 6/9 അല്ലെ? അപ്പൊ നമുക്ക് രണ്ടിനെയും എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഏത് സംഖ്യയുടെ ടേബിളിലാണ് 6ഉം 9ഉം ഉള്ളത്? 3ന്റെ ടേബിൾ ഉണ്ട് അല്ലെ? ഇപ്പൊ 2ന്റെ ടേബിൾ 9 ഇല്ല. ഇത് ഓഡ് നമ്പർ, ഇത് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ, ഇത് ഒറ്റ സംഖ്യ. അപ്പൊ നമുക്ക് എന്താ പറ്റുള്ളൂ? നമുക്ക് 3ന്റെ ടേബിളിൽ 6 ഉണ്ട് 9 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6നെ 3 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എന്താണ്? 3 × 2 ആണ് 6 അല്ലെ? അപ്പൊ 6ൽ എത്ര 3 ഉണ്ട്? 2 3 2 ബൈ 9ൽ എത്ര 3 ഉണ്ട്? 3. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിന് ചെറുതാക്കിയിട്ട് 2/3 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എത്ര ഭാഗം നമ്മൾ കളർ ചെയ്തു? 2/3 ഭാഗം. അപ്പൊ 2/3 ഭാഗം അതിന്റെ അർത്ഥം എന്താണ്? ഈ റിബണിനെ മൊത്തം 3 ഭാഗമാക്കിയതിൽ 2 ഭാഗം നമ്മൾ കളർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? 3 ഭാഗമാക്കിയതിൽ 2 ഭാഗം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇതേ ഇത്ര ഭാഗം അല്ലെ? ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ 3 കഷ്ണങ്ങളാക്കി. 1 2 3 അല്ലെ? 3 തുല്യ കഷ്ണങ്ങളാക്കിയില്ലേ? അതിൽ 2 ഭാഗം അല്ലെ? ഒരു ഭാഗം 2 ഭാഗം നമ്മൾ കളർ ചെയ്തു. വേണ്ട. അപ്പൊ നമ്മൾ 6/9 9 കഷ്ണമാക്കിയതിൽ 6 ഭാഗം കളർ ചെയ്തു. അങ്ങനെ നമുക്ക് പറയാം. അതല്ലെങ്കിലോ ഇതിനെ 3 ഭാഗമാക്കിയതേ. ഈ 3 കൂടിയിട്ട് ഒരു ഭാഗം, ഈ 3 കൂടിയിട്ട് അടുത്ത ഭാഗം, ഈ 3 കൂടിയിട്ട് വേറൊരു ഭാഗം. അങ്ങനെ നമ്മൾ 3 കഷ്ണങ്ങളാക്കി അതിൽ 2 ഭാഗം നമ്മൾ കളർ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 50. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 50 ഒന്ന് എടുക്കുക. അപ്പൊ അതിൽ ഇതേപോലത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് എളുപ്പത്തിലൊന്ന് ചെയ്തു നോക്കാം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇവിടെ നോക്കിയ ഒരു സർക്കിൾ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, വേറൊരു ഭാഗം വേറെ കളർ അല്ലേ? അപ്പൊ ആകെ ഓരോ കളറും എത്ര പാർട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഈ ഗ്രീൻ കളർ എത്ര പാർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ടോട്ടൽ എത്ര, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചിത്രം ഒരു സർക്കിൾ കണ്ടു അല്ലെ? അപ്പൊ ഇതിൽ നോക്കിയാ, ഇതിൽ 3 എത്ര പീസ് ആക്കിയിട്ടുണ്ട് മൊത്തം? 1 2 3 4 5 6 7 8 പീസ് ആക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ 8 തുല്യ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതില് 1 2 3 അല്ലെ? അപ്പൊ 3 ഭാഗത്തിന് 3 പാർട്ടിന് ഏത് കളർ കൊടുത്തിട്ടുണ്ട്? ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ബ്ലൂ കളർ കൊടുത്തത് എത്ര പാർട്ടിനാണ്? എത്ര പാർട്ടിന് ബ്ലൂ കളർ കൊടുത്തു? നമുക്ക് എന്ത് എഴുതാം? 3/8. 8 ഭാഗം മൊത്തം. അതിൽ 3 ഭാഗത്തിന് നമ്മൾ എന്ത് കൊടുത്തു? ഗ്രീൻ കളർ കൊടുത്തു. ഇനി ബ്ലൂ കളർ കൊടുത്തു. ഇനി നമ്മുടെ ഗ്രീൻ കളർ എത്ര ഭാഗത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഗ്രീൻ കളർ 8 ഭാഗം തന്നെ അല്ലെ? മൊത്തം 8 ഭാഗം തന്നെ. അതിൽ ഒരു ഭാഗത്തിനാണ് കൊടുത്തത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഗ്രീൻ കളർ 1/8. 1/8 പാർട്ട്. ഇനി ടോട്ടൽ അല്ലെ? അവിടെ ടോട്ടൽ എത്ര ഭാഗത്തിന് അപ്പൊ നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്? 1 2 3 4 അല്ലെ? 4 ഭാഗത്തിന്. മൊത്തം 8 ആക്കിയതിൽ 4 ഭാഗത്തിന് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4/8.
അപ്പൊ 4/8 പാർട്ടിനാണ് നമ്മൾ എന്ത് കൊടുത്തത്, മൊത്തം കളർ കൊടുത്തത്. ഓക്കെ, ഇനി അടിയിലെ കള്ളിയിൽ അല്ലെ ഇതും കൂടി കൂട്ടുന്നു. അതായത് 3 ശ്രദ്ധിക്കുക, 3/8 പ്ലസ് 1/8 ചെറിയ കള്ളികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. സീക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, നാം പറഞ്ഞ എങ്ങനെയാണ് കൂട്ടേണ്ടത്, രണ്ട് സെയിം ആണ് അല്ലെ, 8 സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കൂട്ടാം, 3ഉം 1ഉം 4 ബൈ ഈ 8 അതേപോലെ തന്നെ എഴുതാം. ഒരു വ്യത്യാസം വേണ്ട, ഇവ തമ്മിൽ കൂട്ടാൻ പാടില്ല. 8 ഭാഗമാക്കിയതിൽ 4 ഭാഗത്താണ് നമ്മൾ കളർ ചെയ്തത്. കണ്ട, അപ്പൊ നമ്മൾ കൂട്ടുമ്പോൾ 3ഉം 1ഉം 4, 8 അതേപോലെ എഴുതി. ഇവിടെ നമുക്ക് ടോട്ടൽ എങ്ങനെ കിട്ടിയത്, നാം ചിത്രത്തിൽ നോക്കിയിട്ട് നമുക്കറിയാം 4 ഭാഗത്തിന് കളർ ചെയ്തു, മൊത്തം 8 ഭാഗത്തിൽ 4 ഭാഗത്തിന് കളർ ചെയ്തു എന്ന് എഴുതി അല്ലെ. ഇനി നമ്മൾ പഠിച്ച പോലെ കൂട്ടാണ്, 3/8ഉം 1/8ഉം തമ്മിൽ കൂട്ടുമ്പോൾ 3ഉം 1ഉം 4, 8 അതേപോലെ എഴുതി അല്ലെ. ഇനി നമുക്കറിയാം ഇതിനെ ചെറിയ രൂപത്തിൽ എഴുതണം നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഞാൻ 2 വഴി പറഞ്ഞു. ഒന്നുകിൽ ഇതിന്റെ പകുതിയാണ് ഇവിടെങ്കിൽ, 8ന്റെ പകുതി അല്ലേ 4, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഉടനടി എഴുതാം 1/2. അടിയിൽ ഉള്ള സംഖ്യയുടെ പകുതിയാണ് മുകളിലെങ്കിൽ ഉടനടി എഴുതിക്കോ 1/2 എന്ന് എഴുതാം അല്ലെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് 4/8 അല്ലെ. അപ്പൊ ഇവിടെ 4 ഇവിടെ 8. അപ്പൊ നമുക്ക് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4ന്റെ ടേബിളിൽ 4ഉം ഉണ്ട് 8ഉം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും, 4 4 ഒരു പ്രാവശ്യം. 8ൽ എത്ര 4 ഉണ്ട്, 8ൽ 2 4 കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 8. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും അല്ലെ. 2 ബൈ 8നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 2/4 എന്ന് കിട്ടും. പിന്നെ നമ്മൾ 2/4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 കിട്ടും. അതല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാം. മനസ്സിലായല്ലോ, അപ്പൊ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ ഇതിലൊരു കള്ളിയിലാണ് അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലേ കള്ളി വരച്ചിട്ടാണ്. അപ്പൊ അതേപോലെ നിങ്ങൾ അങ്ങോട്ട് വരച്ചങ്ങോട്ട് ചെയ്യാം. ഇനി ഇതിൽ നോക്കിയേ, യെല്ലോ കളർ എത്ര പാർട്ടിന് യെല്ലോ കളർ കൊടുത്തിട്ടെന്ന് നോക്കിയേ. മൊത്തം എത്ര ആക്കിയിട്ടുണ്ട്, 1 2 3 4 5 6 7 8 9 10 അല്ലെ. 10 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനാണ് യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, യെല്ലോ കളർ 1/10, 1/10 പാർട്ടിനാണ് യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റെഡ് കളറോ, 1 2 3 അല്ലെ, 3 ഭാഗത്തിന്, 10 ഭാഗമാക്കിയതിൽ 3 ഭാഗത്തിന്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 3/10 പാർട്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടിന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ മൊത്തം 10, അതിൽ 1 2 3 4 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 4/10 ഭാഗം 4/10 പാർട്ട്. ഇനി നമുക്കിത് നമ്മൾ പഠിച്ച രൂപത്തിൽ കൂട്ടി എഴുതാണെങ്കിൽ എന്ത് വരും, 1/10 പ്ലസ് 3/10 അല്ലെ. 1/10ഉം 3/10ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടാം, ഇത് രണ്ടും സെയിം അല്ലേ. അപ്പൊ എന്ത് വേണം, 3ഉം 1ഉം 4/10 അതേപോലെ തന്നെ ഇടാം. അപ്പൊ 4/10 ഭാഗത്തിനാണ് നമ്മൾ കളർ കൊടുത്തത് അല്ലെ. ഇതിനെ നമുക്ക് ചെറിയ രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാം, 2ന്റെ ടേബിൾ എടുക്കാം ആദ്യം അല്ലെ. അപ്പൊ 4ൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 4ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 2 2 × 2 അല്ലേ 4, അതെ ബൈ 10നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 5. അപ്പൊ നമുക്ക് 2/5 കിട്ടി. ഇനി ഇതിനെ നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ കള്ളി വരച്ചിട്ട് നമ്മൾ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയ ഈ റോസ് കളർ അല്ലെ, റോസ് കളർ എത്ര ഭാഗത്തിനുണ്ട്, മൊത്തം എത്ര ഭാഗമുണ്ട്, മൊത്തം 8 ഭാഗം അല്ലെ. 8 ഭാഗമാക്കിയിട്ടുണ്ട്, അതില് 1 2 3 ഭാഗത്തിന് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 3/8 ഭാഗം. അപ്പൊ 3/8 ഭാഗത്തിന് നമ്മൾ റോസ് കളർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി വയലറ്റ് അല്ലെ, നമ്മൾ എത്ര ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്, 1 2 3 അല്ലെ. ഇവിടെയും 3 ഭാഗത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെയും നമുക്ക് എന്ത് എഴുതാം, 3/8 പാർട്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊത്തം എത്ര ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് കളറ്, 1 2 3 4 5 6 ഭാഗം അല്ലെ. അപ്പൊ 6/8, 8 ഭാഗമാക്കിയതിൽ 6 ഭാഗത്തിന് നമ്മൾ കളർ കൊടുത്തു അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് കൂട്ടി നോക്കാം. 3/8 പ്ലസ് 3/8 അപ്പൊ നമുക്ക് എന്ത് കിട്ടും,
നമ്മൾ എന്ത് ചെയ്യണം? 3 3 6/8 അതേപോലെ തന്നെ എഴുതി 8 6/8 അല്ലേ? ഇതിന് നമുക്ക് ചെറിയ രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം 6ഉം 8ഉം. അപ്പൊ രണ്ടിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാല് 3 3 × 2 ആണ് 6 അല്ലെ? ബൈ 8നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാല് 4 4 × 2 8. അപ്പൊ നമുക്കിവിടെ 3/4 എന്ന് കിട്ടി. ഇനി ഇതിന് നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് 3/4. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ നോക്കിയേ, മൊത്തം എത്ര കള്ളികളാക്കിയിട്ടുണ്ട്? 4 × 4 16 കള്ളികളാക്കിയിട്ടുണ്ട് അല്ലെ? 16 കള്ളി. അതില് എത്ര ഭാഗത്തിന് യെല്ലോ കളർ കൊടുത്തു? 1 2 3 4 5 ഭാഗത്തിന് അല്ലെ? അപ്പൊ നമുക്ക് യെല്ലോ കൊടുത്തത് 5/, മൊത്തം 16 ഭാഗം. അപ്പൊ 16ൽ 5 ഭാഗം, മൊത്തം 16 ആക്കി അതിൽ 5 ഭാഗത്തിന് അല്ലെ? ഇനി ഈ ഗ്രീൻ കളറോ 1 2 3 4 5 6 7 ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലെ? മൊത്തം 16ൽ 7 ഭാഗത്തിന് ഗ്രീൻ കളർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 7/16 പാർട്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ? 12 ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. 16 ഭാഗമാക്കിയതിൽ 12 ഭാഗത്തിനും എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് കൂട്ടി എഴുതി നോക്കാം. 5/16 പ്ലസ് 7/16 അല്ലെ? എത്ര കിട്ടും? എങ്ങനെ ചെയ്യണം നമ്മൾ? 5ഉം 7ഉം 12 12/16 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ 2ന്റെ ടേബിൾ നോക്കിയിട്ട് 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്ത്, നമ്മൾ ഇവിടെ ഒക്കെ ചെയ്ത പോലെ തന്നെ അല്ലെ? അപ്പൊ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലെ? 6 എന്ന് കിട്ടും. ബൈ 16നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് 6/8 എന്ന് കിട്ടി. ഇനി നമുക്ക് വീണ്ടും ഇതിന് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ 6നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാല് 3 എന്ന് കിട്ടി. 8നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാല് 4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 3/4 എന്ന് കിട്ടി. 3/4. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മള് ഈ 12നെ ഘടകങ്ങളാക്കാം, 16നെയും ഘടകങ്ങളാക്കാം. മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, 12നെ നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 എത്ര? 2 12ന് 6 2 അല്ലെ? വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര 2 ഉണ്ട്? 3 2 അല്ലെ? അപ്പൊ നമുക്ക് 12നെ എങ്ങനെ എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? 2 × 2 × 3 എന്ന് എഴുതാം. എന്തിനെ? 12നെ. ബൈ ഇനി 16നെ എങ്ങനെ എഴുതും? ഇതേപോലെ ചെയ്തു നോക്കാം. 16നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 16ൽ എത്ര 2 ഉണ്ട്? 8 2 അല്ലെ? അപ്പൊ 8. ഇനി 8നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 4 2 ഉണ്ട്. ഇനി 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 2 അല്ലെ? അപ്പൊ നമുക്ക് 16നെ 2 × 2 × 2 × 2 എന്ന് എഴുതാം. 2 × 2 × 2 × 2 എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ ഒരു 2 ഇവിടെ 2 വെട്ടിപ്പോയി. മുകളിൽ ഒരു 2 വേറെ 2 അതും വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 3 ഉണ്ട് മുകളില്. പിന്നെ 2 × 2 4. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഈ രൂപത്തിന് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് തോന്നുന്നത് ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.